ഇന്ത്യയിലെ ആഗ്രയിൽ മുഗൾ വാസ്തുവിദ്യയുടെ ഒരു മാസ്റ്റർ പീസ് ഉണ്ട്. അത് ലോകത്ത് താജ്മഹൽ എന്നറിയപ്പെടുന്നു. 42 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ തിളങ്ങുന്ന ശവകുടീരം സൗന്ദര്യത്തിന്റെ പ്രതീകമാണെങ്കിലും ഇപ്പോഴും ഹൃദയഭേദകമായ ഒരു കഥ ഇതിന് പറയാനുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. 400 വർഷം പഴക്കമുള്ള ഈ കെട്ടിടം അക്കാലത്തെ ഏറ്റവും വലുതും ഗംഭീരവുമായ കെട്ടിടമായിരുന്നു. ഇപ്പോൾ ഇത് ലോകത്തിലെ 7ാമത്തെ അത്ഭുതമായി കണക്കാക്കപ്പെടുന്നു. ഈ മനോഹരമായ ഘടന നിർമ്മിക്കുവാൻ ഏകദേശം 22ഓളം വർഷമാണ് എടുത്തത്. അതിന് 20,000ഓളം തൊഴിലാളികളും വേണ്ടിവന്നു. 400 വർഷം മുൻപ് പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ഒരു ശവകുടീരത്തിന്റെ ഇപ്പോഴത്തെ വില ഏകദേശം $1 ബില്യൺ കണക്കാക്കപ്പെടുന്നു. ഒട്ടേറെ അത്ഭുതകരമായിട്ടുള്ള പ്രത്യേകതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഈ ഒരു കെട്ടിടത്തിന്റെ നിർമ്മിതി അന്നത്തെ ആർക്കിടെക്റ്റുകൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ ഒരു കെട്ടിടത്തിന്റെ പ്രധാന കവാടത്തിന് പിന്നിൽ നിന്ന് നോക്കുമ്പോൾ കെട്ടിടത്തിന് വളരെയധികം വലിപ്പം തോന്നും. എന്നാൽ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഇതിന്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരും. ഇത്തരത്തിൽ നിരവധി തന്ത്രങ്ങൾ ഈ ഒരു കെട്ടിടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു കെട്ടിടത്തിന്റെ 4 കോണിലുള്ള 4 തൂണുകൾ നേരെ നിൽക്കുന്നവയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത് ശരിക്കും പുറത്തേക്ക് ചരിഞ്ഞാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്നതിന് ഒരു കാരണവുമുണ്ട്. അഥവാ ശക്തമായ ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ ഇവ പുറത്തേക്ക് വീഴുകയും ഈ ഒരു സ്മാരകം സുരക്ഷിതമായി നിൽക്കുകയും ചെയ്യും. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഈ തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 400 വർഷം മുൻപ് നിർമ്മിച്ച ഈ ഒരു താജ്മഹലിന്റെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? അതേപോലെ തന്നെ കോൺക്രീറ്റോ സ്റ്റീലോ ഇല്ലാതിരുന്നപ്പോൾ മനോഹരമായിട്ടുള്ള ഈ ശവകുടീരവും 40 മീറ്റർ ഉയരമുള്ള താഴികക്കുടവും എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നിങ്ങനെയുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് 1607 കഥയാണ് കേട്ടോ. അന്നിവിടെ ഭരിച്ചിരുന്നത് മുഗൾ ചക്രവർത്തിമാരാണ്. മുഗൾ ചക്രവർത്തിയുടെ ഇളയ മകൻ ഷഹാബുദ്ദീൻ മുഹമ്മദ് ഖുറാമിന് 15 വയസ്സ് തികഞ്ഞു. ഈ അവസരം ആഘോഷിക്കുന്നതിനായി ആഗ്ര കോട്ടയിൽ ഒരു ഗംഭീരമായ പാർട്ടി നടക്കുകയാണ്. ചക്രവർത്തിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനാണ് ഖുറം. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിരവധി സമ്മാനങ്ങളാണ് മകന് ഓരോ പിറന്നാളിലും നൽകാറുള്ളത്. സാധാരണയായി അദ്ദേഹത്തിന്റെ ഭാരത്തിന് തുല്യമായ സ്വർണവും വജ്രവും ഒക്കെയാണ് നൽകാറ്. എന്നാൽ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിഭാഷകരിൽ ഒരാളുടെ മകളുമായി ഖുറമിന്റെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുംതാസ് മഹൽ എന്നായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ പേര്. ആദ്യ കാഴ്ചയിൽ തന്നെ ഇരുവരും പ്രണയത്തിലാവുകയാണ് ഉണ്ടായത്. അന്ന് പക്ഷെ ആരും അറിഞ്ഞിരുന്നില്ല ഈ ഒരു പ്രണയം ഈ ഒരു വംശത്തിനെ തന്നെ നശിപ്പിക്കാൻ പോകുന്ന ഒന്നാണ് എന്നുള്ളത്. അടുത്ത 10 വർഷക്കാലം ഖുറമിന്റെ ജൈത്രയാത്രയായിരുന്നു മുഗൾ സാമ്രാജ്യം കണ്ടത്. അദ്ദേഹം നിരവധി യുദ്ധങ്ങൾ നടത്തുകയും അവയൊക്കെ ജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ചക്രവർത്തി അദ്ദേഹത്തിന് ലോകത്തിന്റെ ചക്രവർത്തി എന്നർത്ഥം വരുന്ന ഷാജഹാൻ എന്ന പദവി നൽകി ആദരിച്ചു. ആഗ്ര കോട്ടയുടെ അന്തപുരത്തിൽ താമസിച്ചിരുന്ന ഷാജഹാന് ആകെ 6 ഭാര്യമാരുണ്ടായിരുന്നു. 6 പേരിൽ ഷാജഹാന് ഏറ്റവും കൂടുതൽ ഇഷ്ടം മുംതാസിനെയായിരുന്നു. ഈ കാരണത്താൽ തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചതും മുംതാസ് മഹലിനോടൊപ്പമായിരുന്നു. കാലം അതിവേഗം കടന്നു പോവുകയായിരുന്നു. 4 വർഷത്തിനു ശേഷം, അതായത് 1621 മുഗൾ ചക്രവർത്തി അന്തരിച്ചു. മുഗൾ സാമ്രാജ്യത്തിൽ വളരെ പ്രശസ്തനും ചക്രവർത്തിയുടെ പ്രിയപ്പെട്ട മകനുമായ ഷാജഹാൻ 7 വർഷത്തിനു ശേഷം 1628 സിംഹാസനത്തിൽ കയറി. മുഗൾ സാമ്രാജ്യം മുഴുവൻ അവരുടെ പുതിയ ചക്രവർത്തിയിൽ വളരെ സന്തുഷ്ടമായിരുന്നു. മുഗൾ സാമ്രാജ്യം അതിന്റെ ഉന്നതിയിലെത്തിയിരുന്ന സമയമായിരുന്നു അത്. സാമ്രാജ്യം ഇന്ത്യയിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാന്റെ പല ഭാഗങ്ങളിലും വ്യാപിച്ചു. ഷാജഹാൻ എല്ലാ തീരുമാനങ്ങളും എടുക്കുമ്പോൾ മുംതാസ് മഹൽ തിരശീലയ്ക്കു പിന്നിൽ അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ നൽകാറുണ്ടായിരുന്നു. എന്നാൽ ഈ സന്തോഷകരമായ ഘട്ടം താമസിക്കാതെ ദുഃഖമായി മാറാൻ പോകുന്നു എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. സിംഹാസനത്തിന്റെ പിൻഗാമിയായി 1 വർഷത്തിനുള്ളിൽ തന്നെ മുഗൾ സാമ്രാജ്യം ഒരു വലിയ യുദ്ധത്തിന് സാക്ഷ്യം വഹിച്ചു. അടുത്ത 2 വർഷത്തേക്ക് ഈ ഒരു യുദ്ധം തുടർന്നു. ഒരു വലിയ യുദ്ധത്തിനാണ് മുഗൾ സാമ്രാജ്യം സാക്ഷ്യം വഹിച്ചത്. എന്നാൽ അവിടെയും തന്റെ വിജയം ഷാജഹാൻ ആവർത്തിക്കുക തന്നെ ചെയ്തു. എന്നാൽ തന്റെ വിജയം ആഘോഷിക്കുന്നതിനു മുൻപ് അദ്ദേഹത്തിന് വളരെ ദുഃഖകരമായ ഒരു വാർത്ത ലഭിച്ചു. 14ാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്നതിനിടെ മുംതാജ് മഹൽ രോഗബാധിതയാവുകയും മരിക്കുകയും ചെയ്തു എന്നതായിരുന്നു ആ വാർത്ത.
മുഗൾ സാമ്രാജ്യം മുഴുവൻ ദുഃഖത്തിൽ മുങ്ങി. ഈ വാർത്ത ഷാജഹാനെ അമ്പുപോലെ അടിച്ചു. അത് അദ്ദേഹത്തിന്റെ ലോകത്തെ പൂർണ്ണമായും തകർത്തു. ഷാജഹാന്റെ ആദ്യ പ്രണയവും ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയുമായ മുംതാജ് മഹൽ ഇല്ലാതെയായി. ഈ ദുഃഖം ഷാജഹാനെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടു. അടുത്ത 8 ദിവസത്തേക്ക് അദ്ദേഹം ഭക്ഷണം ഒന്നും കഴിച്ചില്ല. പിന്നീട് അങ്ങോട്ടുള്ള 2 വർഷം ഷാജഹാൻ തികച്ചും ഏകാന്തമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. മരിക്കുന്നതിന് മുൻപ് മുംതാജ് മഹൽ ഒരു കാര്യം പറയുന്നിരുന്നു. തന്റെ ശവകുടീരം ലോകത്തിലെ ഏറ്റവും മനോഹരമായിരിക്കണം എന്നായിരുന്നു അവർ ആഗ്രഹിച്ചത്. ഈ ദൗത്യവും മഹലിന്റെ അവസാന ആഗ്രഹവും പൂർത്തിയാക്കാൻ ഷാജഹാൻ തന്റെ ജീവിതവും സമ്പത്തും മുഴുവൻ സമർപ്പിക്കുവാൻ തീരുമാനിച്ചു. മുംതാജ് മഹലിന്റെ മരണത്തിന് 6 മാസത്തിനു ശേഷം താജ്മഹലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മുഴുവൻ സാമ്രാജ്യത്തിൽ നിന്നും ഏകദേശം 20,000 തൊഴിലാളികളെയും ശില്പികളെയും കരകൗശല തൊഴിലാളികളെയും അവിടത്തേക്ക് കൊണ്ടുവന്നു. തീരത്തായിരുന്നു ശവകുടീരം നിർമ്മിക്കുവാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിടം നിർമ്മിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം നദിയുടെ തീരത്തുള്ള ഭൂമി മൃദുവായതിനാൽ സ്ഥലം ഖനനം ചെയ്താൽ ജലത്തിന്റെ ഒഴുക്ക് താജ്മഹലിന്റെ അടിത്തറയെ ദോഷകരമായി ബാധിക്കും. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് മുഗൾ എഞ്ചിനീയർമാർ നിരവധി കിണറുകൾ കുഴിക്കാൻ തുടങ്ങി. ഉണങ്ങിയ മണ്ണ് കണ്ടെത്തുന്നതുവരെ ഈ കിണർ കുഴിച്ചുകൊണ്ടേയിരുന്നു. ഈ കിണറുകളിൽ പിന്നീട് പാറകളും അവശിഷ്ടങ്ങളും നിറയ്ക്കുകയും അതിനു മുകളിൽ വലിയ കല്ലുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഈ ജോലി നിർവഹിക്കാൻ തൊഴിലാളികൾക്കൊപ്പം ആനകളുടെ ഒരു സൈന്യത്തെയും ഉപയോഗിച്ചു. എഞ്ചിനീയർമാരുടെ ഈ തന്ത്രം പ്രവർത്തിച്ചു. ഇപ്പോൾ മൃദുവായ ഭൂമിയിൽ ഒരു പാറക്കല്ലടിത്തറ തയ്യാറായിട്ടുണ്ട്. ഫൗണ്ടേഷനു ശേഷം ആരും കണ്ടിട്ടില്ലാത്ത ഒരു കെട്ടിടം രൂപകൽപ്പന ചെയ്യുവാനുള്ള സമയമായി. എല്ലാ റെക്കോർഡുകളും തകർക്കുന്ന ഒരു ഡിസൈൻ. താജ്മഹലിന്റെ രൂപകൽപ്പനയ്ക്കായി ഷാജഹാൻ തന്റെ പൂർവികരുടെ ശവകുടീരങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരുന്നു. തൂണുകളുടെ ആശയം അദ്ദേഹത്തിന്റെ പിതാവിന്റെ ശവകുടീരത്തിൽ നിന്നും മുത്തച്ഛന്റെ ശവകുടീരത്തിൽ നിന്നും എടുത്തതാണ്. ഒപ്പം അമ്മാവന്റെ ശവകുടീരത്തിൽ നിന്നുള്ള താഴികക്കുടത്തിന്റെ ആശയവും. ഇതെല്ലാം സംയോജിപ്പിച്ചപ്പോൾ മനോഹരമായ ഒരു ഡിസൈൻ പ്രത്യക്ഷപ്പെട്ടു. കെട്ടിട നിർമ്മാണത്തിനായി ദശലക്ഷക്കണക്കിന് ഇഷ്ടികകൾ ഈ സ്ഥലത്ത് ചുട്ടെടുത്തു. ഇത് ഒട്ടും എളുപ്പമായിരുന്നില്ല. അതിനായി വലിയ തുക ചിലവഴിച്ചു. ഓരോ ദിവസം കഴിയുന്തോറും രാജകീയ നിധി ശൂന്യമായിക്കൊണ്ടിരുന്നു. ഷാജഹാൻ ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെട്ടില്ല. ഈ ജോലി പൂർത്തിയാക്കൽ മാത്രമാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. താജ്മഹലിന്റെ നിർമ്മാണ വേളയിൽ നിരവധി ആളുകളെ കൊണ്ടുവന്നതിനാൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾ കുറവായിരുന്നുവെന്ന് പറയപ്പെടുന്നു. തൊഴിലാളികളെ പരിപാലിക്കുന്നതിനായി ഷാജഹാൻ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആഗ്രയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവന്നിരുന്നു. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിനു ശേഷം കെട്ടിടത്തിന്റെ പ്രധാന ഘടന പൂർത്തിയായി. ഇപ്പോൾ അത് മാർബിൾ കൊണ്ട് അലങ്കരിക്കാനുള്ള സമയമായി. ആഗ്രയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള രാജസ്ഥാനിൽ നിന്നാണ് ഈ മാർബിൾ കൊണ്ടുവന്നത്. കാരണം ഈ സ്ഥലത്തെ മക്രാന മാർബിൾ ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും മികച്ച മാർബിളുകളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഷാജഹാൻ മക്രാന മാർബിളിന്റെ മുഴുവൻ ഭാഗവും താജ്മഹലിനായി നീക്കിവെച്ചിരുന്നു. അതായത് താജ്മഹലിന്റെ ആവശ്യം പൂർത്തിയാകുന്നതുവരെ ഈ മാർബിൾ വാങ്ങാൻ ആരെയും അനുവദിച്ചിരുന്നില്ല. രാജസ്ഥാനിൽ നിന്ന് 1000 ടൺ മാർബിൾ ആഗ്രയിലേക്ക് കൊണ്ടുവന്നു. കണക്കിന് ആനകളെയാണ് ഇതിനായി ഉപയോഗിച്ചത്. താജ്മഹലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ താഴികക്കുടം തന്നെയാണ്. വളരെ വലിപ്പമുള്ള ഈ താഴികക്കുടം അക്കാലത്ത് എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളത് ഇന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. 400 വർഷങ്ങൾക്ക് മുൻപ് 40 മീറ്റർ ഉയരത്തിലുള്ള താഴികക്കുടം നിർമ്മിക്കുവാൻ കല്ലുകൾ മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ഈ താഴികക്കുടം നിർമ്മിക്കാൻ മുഗൾ എഞ്ചിനീയർമാർ നടത്തിയ കണക്കുകൂട്ടലുകൾ ഇന്നത്തെ എഞ്ചിനീയർമാർ ഇപ്പോഴും പ്രശംസിക്കുന്ന ഒന്നാണ്. പിയട്ര ഡ്യൂറയുടെ അലങ്കാരത്തോടുകൂടിയാണ് താജ്മഹലിന്റെ പൂർത്തീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. മാർബിളിനുള്ളിൽ പൊതിഞ്ഞിരിക്കുന്ന വിലയേറിയ കല്ലുകളെ സൂചിപ്പിക്കുന്ന പദമാണ് പിയട്ര ഡ്യൂറ. 10 ഫീറ്റ് മാർബിൾ വളരെ സമൃദ്ധമായി മുറിക്കുകയും വിലയേറിയ കല്ലിന്റെ ആകൃതിയിൽ കൊത്തിവെക്കുകയും ചെയ്യുന്നു. തുടർന്ന് പശയുടെ സഹായത്തോടെ ഇത് കല്ലിനുള്ളിൽ ഘടിപ്പിക്കുന്നു. താജ്മഹലിനുള്ളിൽ ഉപയോഗിച്ചിരുന്ന പശ ഒരു സാധാരണ പശയായിരുന്നില്ല. ധാരാളം ഗവേഷണങ്ങളും ലബോറട്ടറി പരിശോധനകൾക്കും ശേഷം ക്ഷീര, നാരങ്ങാനീര്, മാർബിൾ പൊടി എന്നിവ ചേർത്താണ് ഈ പശ നിർമ്മിച്ചിരിക്കുന്നത്. താജ്മഹലിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കും ഈ ഒരു പശ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
താജ്മഹലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ദിവസത്തിൽ 4 തവണ നിറം മാറുന്നു എന്നുള്ളതാണ്. സൂര്യോദയത്തിന് മുൻപ് ഇതിന് കറുത്ത ഭംഗിയാണെങ്കിൽ സൂര്യോദയത്തിന് ശേഷം ഇളം മഞ്ഞയും പിങ്ക് നിറവുമാണ്. ഉച്ച കഴിഞ്ഞ് അതിമനോഹരമായി വെളുത്തതായി കാണപ്പെടുന്നു. നീല ആകാശത്തിൽ തിളങ്ങുന്ന ഒരു വെളുത്ത മുത്തുപോലെ. സൂര്യാസ്തമയ സമയത്ത് മുഴുവൻ കെട്ടിടവും സ്വർണ്ണ നിറമായി കാണപ്പെടും. 22 വർഷങ്ങൾക്ക് ശേഷം 1654 താജ്മഹലിന്റെ നിർമ്മാണം പൂർത്തിയായത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കായി ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശവകുടീരം പൂർത്തിയാക്കുന്നതിൽ ഷാജഹാൻ വിജയിച്ചു. ഈ മനോഹരമായ കെട്ടിടത്തിന്റെ പേര് ഷാജഹാൻ ഭാര്യയുടെ പേരിൽ തന്നെ നിലനിർത്തി. മുംതാജ് മഹലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കെട്ടിടത്തിന് താജ്മഹൽ എന്ന പേര് നൽകിയത്. എല്ലാ വർഷവും മുംതാജ് മഹലിന്റെ ചരമവാർഷികത്തിൽ ഷാജഹാൻ യമുന നദി വഴി താജ്മഹൽ സന്ദർശിക്കാറുണ്ടായിരുന്നു. താജ്മഹലിന്റെ ഈ പ്രവേശന കവാടം രാജകുടുംബാംഗങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. പ്രവേശന കെട്ടിടത്തിന്റെ മതിലിൽ രാജകുടുംബാംഗങ്ങളുടെ കണ്ണുകളെ പ്രീതിപ്പെടുത്തുന്നതിനായി നിർമ്മിച്ച ഏറ്റവും മികച്ച ശില്പങ്ങളുണ്ട്. ഈ പദ്ധതി പൂർത്തിയാക്കിയെങ്കിലും അത് മുഗൾ സാമ്രാജ്യത്തെ നാശത്തിന്റെ വക്കിലെത്തിച്ചു. 4 വർഷത്തിനു ശേഷം 1658 അദ്ദേഹത്തിന്റെ മകൻ സിംഹാസനം കൈക്കലാക്കി മുഗൾ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി തീർന്നു. അതിനുശേഷം അദ്ദേഹം ഷാജഹാനെ തടവിലാക്കി ആഗ്ര കോട്ടയ്ക്കുള്ളിൽ പാർപ്പിച്ചു. ജനാലയിലൂടെ താജ്മഹൽ കാണാൻ കഴിയുമെന്നൊരു സൗകര്യം മകൻ ചെയ്തു നൽകി. 74-ാം വയസ്സിൽ 8 വർഷം തടവിലായിരുന്ന ഷാജഹാനും ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തെയും മുംതാസ് മഹലിനൊപ്പം ആ താജ്മഹലിൽ തന്നെ അടക്കം ചെയ്തു. ഇത്രയുമാണ് ഈ ഒരു താജ്മഹലിന്റെ കഥ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.